ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയം എന്നല്ല, എല്ലാവർക്കും അറിയാവുന്നത് പോലത്തെ ഒരു വിഷയം തന്നെയാണ് സൂര്യപ്രകാശം നമുക്ക് അത്യാവശ്യമാണെങ്കിലും അമിതമായാൽ ദോഷം ചെയ്യും. സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അമിതമായി തട്ടിയാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ കറുത്ത പാടുകൾ, പിന്നെ കരിവാളിപ്പ്, ചുളിവുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുണ്ട് അമിതമാകുമ്പോൾ. സൂര്യപ്രകാശത്തിൽ നമ്മൾ കാണുന്ന സൂര്യപ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത രണ്ട് രശ്മികളുണ്ട്. അൾട്രാ വയലറ്റ് രശ്മിയും അൾട്രാസോണിക് രശ്മിയുമുണ്ട്. ഈ അൾട്രാ വയലറ്റ് രശ്മി നമുക്ക് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞ വൈറ്റമിൻ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തു നിന്ന് അൾട്രാ സോണിക് ലൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? രശ്മിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ അമിതമായി വെയിൽ കൊള്ളുമ്പോൾ സമയത്ത് ചൂട് കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരകളുണ്ടാവും. അതായത് വിള്ളലേൽക്കുമ്പോൾ ആ വിള്ളലിലൂടെ നമ്മുടെ ശരീരത്തിലെ മെലാനിൻ എന്ന് പറഞ്ഞ ഒരു വർണ്ണകം നമ്മുടെ ശരീരത്തിൻ്റെ പുറംതൊലിയിൽ വന്ന് നിൽക്കും. ഈ നിൽക്കുന്ന ഇതിനെ നമുക്ക് എന്തായിട്ട് തോന്നാം? കരിവാളിപ്പായിട്ട് അനുഭവപ്പെടും. ഈ കരിവാളിപ്പ് നല്ലതുപോലെ തോന്നുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരകൾ, ചുളിവുകൾ, പാടുകളെല്ലാം ഉണ്ടാക്കും. ഇതിനെല്ലാം നമുക്ക് എന്താണ് വഴി എന്ന് ചോദിച്ചാൽ, മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം സൺസ്ക്രീൻ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ സൺസ്ക്രീൻ തേക്കണം. നമ്മൾ എത്ര നേരം വെയിൽ കൊള്ളുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ. SPF എന്ന് പറയും, സൺസ്ക്രീൻ, സൺ പ്രൊട്ടക്ഷൻ ഫാക്ട് എന്ന് പറഞ്ഞ സാധനം 50 ml, 50 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, നമ്മൾ ഏത് നേരം വരെ വെയിൽ കൊള്ളും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ SPF തിരഞ്ഞെടുക്കേണ്ടത്. ഇത് നിർബന്ധമായും നമ്മൾ മുഖം വൃത്തിയാക്കിയതിന് ശേഷം വെയിൽ കൊള്ളുന്നതിന് 10 മിനിറ്റ് മുന്നെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൺബേണിനെ കുറിച്ചിട്ടും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനും സംസാരിക്കാനുമുണ്ട്. കൂടുതലായി സംസാരിക്കാതെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ മുഴുവനായി തരും. ഓരോ സ്കിന്നിനും നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നും പറയുന്നത് പോലെ ഇന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ സൺസ്ക്രീനിനെ കുറിച്ചിട്ടും സൺബേണിനെ കുറിച്ചിട്ടും നമുക്കിവിടെ നിർത്താം. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.